ഹലോ എടാ, +2 പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് തെഹ്നിയാത്ത് ഉണ്ടാക്കാൻ. എന്താ തെഹ്നിയാത്ത്? ഗ്രീറ്റിംഗ് ആണ് കേട്ടോ. തെഹ്നിയാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ്, ആശംസാ കാർഡുകൾ ഉണ്ടാക്കാനാണ് നമ്മോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് 2 or 3 ടോപ്പിക്ക് തരും. ഒരു ടോപ്പിക്കിന് 1 മാർക്ക് എന്നതിൽ സാധാരണ ഇത് ചോദിക്കാനുള്ളത് 3 മാർക്കിനാണ്. ഇത് 3നെ കുറിച്ചും തെഹ്നിയാത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇത് വലിയ പണിയുള്ള കാര്യമാണോ? അല്ല. നിങ്ങൾ ഏത് തെഹ്നിയാത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയിൽ വൃത്തിയിൽ ബോക്സ് വരക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് ആയതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഡിസൈനിങ് കൊടുക്കട്ടോ. എന്നിട്ട് ഇവിടെ കൊടുത്ത ടോപ്പിക് ഏതാണോ ആ ടോപ്പിക് നമ്മൾ എടുത്ത് എഴുതുന്നു അല്ലേ. ഏതാണ്? യൗമു അസിഫാഫ് അല്ലേ. ജിഫാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം, മാരേജ് എന്നാണ്. അപ്പോൾ മാരേജ് ദിവസം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ കൊടുത്ത ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് ഗ്രീറ്റിംഗ് കൊടുക്കുമ്പോൾ ആ ഗ്രീറ്റിംഗ് എന്താണ് ആ സംഭവം അടിപൊളിയിൽ എടുത്ത് എഴുതാം. ഇതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇതിനെക്കുറിച്ച് എഴുതണം, ഒരു ആശംസ എഴുതണം. ഓക്കെ, അപ്പോൾ ഈദുൽ ഫിത്തർ ബലി പെരുന്നാളാണെങ്കിൽ അല്ലേ, ചെറിയ പെരുന്നാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈദ് മുബാറക് എന്നൊക്കെ എഴുതാം അല്ലേ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നൊക്കെ നമുക്ക് എഴുതാം. പക്ഷെ നമുക്കിവിടെ കൊടുത്ത എല്ലാ ടോപ്പിക്കിലും ഇത് കിട്ടിക്കോണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ടോപ്പിക്കിനൊന്ന് വായിച്ചു പോകാം. ഇനി നിങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ബോക്സിലേക്ക് വൃത്തിയിലെടുത്ത് എഴുതുന്നു. ഓക്കെ, താഴെ എന്ത് ചെയ്യണം, മെസ്സേജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാ ടോപ്പിക്കിലും ഓക്കെ നിങ്ങൾക്ക് മെസ്സേജ് എന്താണ് ഇവിടെ എഴുതണം കേട്ടോ. ഇവിടെ എഴുതുന്ന സ്ഥലം ഇവിടെ എഴുതുകയാണ്. ഉഹന്നി ഉ, ഞാൻ നേരുന്നു. ഉഹന്നി ഉ ലക്കും, ഞാൻ താങ്കൾക്ക് നേരുന്നു അല്ലേ. അഹ്ല എന്ന് പറഞ്ഞാൽ സ്വീറ്റസ്റ്റ് എന്നാണ് കേട്ടോ. അഹ്ല അത്തഹാനി, ആശംസ. അപ്പോൾ ഏത് ടോപ്പിക്കിൻ്റെ താഴത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതി കൊടുക്കാം ഇവിടെ. അപ്പോൾ യൗമ സിഫാഫ്, വിവാഹ ദിനം. ഉഹന്നിയിലൊക്കെ അല്ല, ഈ ദിവസം നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ആശംസകൾ, ഗ്രീറ്റിംഗ്സ് നേരുന്നു കണ്ടോ. അപ്പോൾ ഇത് എവിടെയും സ്യൂട്ടാവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അടുത്ത ടോപ്പിക് എടുക്കുക, ഇതേപോലെ ബോക്സ് വരയ്ക്കുക, ഇത് എടുത്തിട്ട് ഇവിടെ എഴുതുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അറിയുമെങ്കിൽ അത് എഴുതുക. ഒരു മെസ്സേജ് അറിയാത്തതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതി കൊടുക്കുക. അങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും ചെറിയ ബോക്സ് വരച്ച് വൃത്തിയിൽ എഴുതണം കേട്ടോ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊന്നും മീനിങ് അറിയണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഗ്രീറ്റിംഗ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതുക, മാർക്ക് സ്കോർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.